ദൈവസ്നേഹത്തിൻ്റെയും അവിടുത്തെ അനന്തകാരുണ്യത്തിൻ്റെയും പശ്ചാത്തലത്തിൽ നിന്നാണ് മാനവചരിത്രം എഴുതി തുടങ്ങുന്നത്. മനുഷ്യ സമൂഹങ്ങളെ എന്നും പിന്തുടരുന്ന ദൈവത്തിൻ്റെ മഹനീയമായ കരുതൽ എക്കാലവും ദൃശ്യമാണ്. തനിക്കായി അവിടുന്ന് തെരഞ്ഞെടുക്കുന്ന സമൂഹങ്ങളെ അത്ഭുതകരമായ വഴികളിലൂടെ നയിച്ച് ചെങ്കടലും മരുഭൂമികളും പോലും മറികടക്കുവാൻ അവരെ പ്രാപ്തരാക്കുന്നു. അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെടുന്ന ശുശ്രൂഷകരിലൂടെ തൻ്റെ ജനത്തിന് അവിടുന്ന് മാർഗദീപമായി തെളിയുന്നു. അഭിവന്യ മാർ ജോർജ് ഞരളക്കാട്ട് പിതാവ് തൻ്റെ പ്രവർത്തന ശൈലികളും സ്നേഹശീലവും കൊണ്ട് കേരള സഭയിൽ ഏറെ ശ്രദ്ധേയനാണ്. തലശ്ശേരി രൂപതയിൽ തുടക്കം കുറിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷാ ജീവിതം പിന്നീട് മാനന്തവാടി, ഭദ്രാവതി, മാണ്ഡ്യ തുടങ്ങിയ രൂപതകളിൽ അനുഗ്രഹം പകർന്ന് ഒടുവിൽ തലശ്ശേരിയിൽ തന്നെ തിരികെ എത്തിയപ്പോൾ ഈ ജീവിതയാത്ര വെളിപ്പെടുത്തുന്ന മഹനീയമായ ഏറെ ദൈവിക പദ്ധതികളുണ്ട്. അരനൂറ്റാണ്ടിനു മുൻപ് 1965 ആലുവ മേജർ സെമിനാരിയിലേക്ക് കടന്നെത്തിയ കാലത്തെ അനുഭവങ്ങൾ അഭിവന്യ പിതാവ് പങ്കുവയ്ക്കുമ്പോൾ തൻ്റെ ഒരു തികഞ്ഞ ശുശ്രൂഷകനെ വളർത്തിയെടുക്കുവാൻ ദൈവമൊരുക്കിയ മനോഹരമായൊരു പൂന്തോട്ടം നമുക്ക് മുന്നിൽ തെളിയുന്നു. 1971 ഡിസംബർ 20 തൻ്റെ പ്രിയങ്കരനായ ഒരു ശുശ്രൂഷകനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം പൂവണിഞ്ഞ ദിവസമായിരുന്നു അത്. തൻ്റെ ജീവിതത്തിൽ ദൈവം കരുണയോടെ വർഷിച്ച അവർണ്ണനീയമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് അഭിവന്യ ജോർജ് ഞരളക്കാട്ട് പിതാവ് അന്നേ ദിവസം പൗരോഹിത്യം സ്വീകരിച്ചു. അഭിവന്യ ജോർജ് ഞരളക്കാട്ട് പിതാവിനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ വലുതായിരുന്നു. തൻ്റെ പക്ഷത്ത് ചേർന്നു നിന്ന് സ്വർഗരാജ്യത്തിൻ്റെ വിശ്വസ്ത സേവകനാകുവാൻ മനസ്സാകുന്ന ഒരു ശുശ്രൂഷകനെ ദൈവം വളർത്തുന്ന മനോഹരമായ കാഴ്ച ആ ജീവിതത്തിൽ ഉടനീളം ദൃശ്യമാണ്. മാനന്തവാടി രൂപത രൂപീകരിക്കപ്പെട്ട് അധികം വൈകാതെ തന്നെ അഭിവന്യ ഞരളക്കാട്ട് പിതാവിൻ്റെ നിയോഗങ്ങൾ സകലർക്കും വ്യക്തമായി തുടങ്ങി. മികച്ച നേതൃപാടവവും കാര്യപ്രാപ്തിയും പ്രകടിപ്പിച്ചിരുന്ന ആ കൊച്ചച്ചനെ അഭിവന്യ ജേക്കബ് തൂങ്ങുഴി പിതാവ് ചില പ്രധാന ഉത്തരവാദിത്തങ്ങൾ ഭരമേൽപ്പിച്ചു തുടങ്ങി. വള്ളപ്പള്ളി പിതാവിൽ നിന്ന് പട്ടം സ്വീകരിച്ചു. അതിനുശേഷം 2 കൊല്ലം തലശ്ശേരി രൂപതത്തിൻ്റെ ജോലി ചെയ്തു. അപ്പോഴാണ് മാനന്തവാടി രൂപത സംജാതമാകുന്നത്. 1973 സംജാതമായപ്പോൾ എനിക്ക് ഞരളക്കാട്ട് പിതാവിനെ കിട്ടി അച്ഛനായിട്ട്. വാസ്തവത്തിൽ രൂപതയുടെ വലിയൊരു സ്ഥാനമായിട്ട് ഞാൻ കരുതി. രൂപതയ്ക്ക് വലിയ പൈതൃകവും പിതൃസ്വത്തൊക്കെ വളരെ കുറവായിരുന്നു, പാവപ്പെട്ട രൂപത. പക്ഷേ ഏറ്റവും വലിയ പിതൃസ്വത്ത് അത് ഇതുപോലുള്ള വൈദികരായിരുന്നു. അങ്ങനെ മാനന്തവാടി രൂപതയുടെ വലിയൊരു സ്ഥാനമായിരുന്നു ഞരളക്കാട്ടച്ഛൻ. അച്ഛനെ എവിടെ വിട്ടാലും പോയിക്കൊള്ളും, എന്ത് ജോലി ഏൽപ്പിച്ചാലും ചെയ്യും. അങ്ങനെ പല ഇടവുകൾ നിയമിച്ചു. അതിനുശേഷം അദ്ദേഹത്തെ സെൻട്രലിലേക്ക് കൊണ്ടുവന്നു. അവിടെ മിഷൻ ലീഗിൻ്റെ ഡയറക്ടറാക്കി, കാറ്റഗീസത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറാക്കി, പാസ്റ്റർ സെൻറ്റർ ഡയറക്ടറും പിന്നീട് കാറ്റഗീസത്തിൻ്റെ ഡയറക്ടറുമാക്കി. അങ്ങനെ ഏറ്റവും ഉത്തരവാദിത്തമുള്ള ചുമതലയെല്ലാം കൂടി ഈ ഞരളക്കാട്ടച്ഛനെ ഏൽപ്പിച്ചു. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അതെല്ലാം ചെയ്യുകയും ചെയ്തു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങോട്ട് പോരുന്ന അവസരത്തിൽ അദ്ദേഹം ഇങ്ങനെ ഓരോ പടിപടി കയറി വന്നിട്ട് ഞാൻ അദ്ദേഹത്തെ പ്രൊക്യുറേറ്ററായിട്ട് നിയമിച്ചു കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് പോരുന്നത്. 77 ജനുവരി ആയപ്പോൾ പിതാവിനോട് പറഞ്ഞു, പഞ്ഞോടത്തുനിന്ന് ഒരു സ്ഥലമാറ്റം തരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സ്ഥലമാറ്റം തന്നത് മാനന്തവാടിയിലേക്കാണ്, മാനന്തവാടി കത്തീഡ്രൽ പള്ളിയിലേക്ക്.
പിതാവിനെ വിളിച്ചു പറഞ്ഞു മിഷൻ ലീഗിൻ്റെ ചാർജ് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു രൂപതയിൽ. ഒപ്പം വേദപാഠത്തിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് സേവനം ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു പക്ഷേ ഈ പരിശീലനത്തിൽ വിട്ടത് അതിനുവേണ്ടിയായിരുന്നു. അപ്പോൾ ആ കിട്ടിയ പരിശീലനമൊക്കെ ഉപകാരപ്രദമായിരുന്നു. അങ്ങനെ ഞാൻ 1977 ജനുവരി 16 സെൻറ്റ് ജോസഫ് മാനന്തവാടിയിലെ സെൻറ്റ് ജോസഫ് കത്തീഡ്രലിലേക്ക് താമസിക്കാൻ വരിക. രൂപതയുടെ ആരംഭഘട്ടമായതുകൊണ്ട് പാസ്റ്റർ സെൻറ്ററോ ബിഷപ്പ് ഹൗസിൽ താമസ സൗകര്യം ഒന്നുമില്ല. അപ്പോൾ ഞങ്ങളോട് കത്തീഡ്രലിൽ പോയി താമസിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ വേദപാഠത്തിൻ്റെ ഡയറക്ടർ അച്ഛനുണ്ട്, മിഷൻ ലീഗിൻ്റെ ഡയറക്ടർ ഞാനുണ്ട്, കത്തീഡ്രൽ പള്ളിയിലെ വികാരിച്ചനുണ്ട്, അവിടുത്തെ കൊച്ചച്ഛനുമുണ്ട്. ഈ അവസരത്തിൽ കത്തീഡ്രൽ പള്ളിയിലെ വികാരിച്ചനെ പറ്റി ഒരു വാക്ക് പറയണം. അച്ഛൻ മരിച്ചുപോയ ബഹുമാനപ്പെട്ട ജോർജ് കടിക്കച്ചാലച്ചനാണ്. അദ്ദേഹം കോഴിക്കോട് രൂപതയ്ക്ക് വേണ്ടി വൈദികനായ ഒരാളാണ്. ശാലോ ടി വിയുടെ ഈ സംപ്രേഷണം നടത്തുമ്പോൾ വർക്കിയച്ഛൻ്റെ കൂടെ വർക്കിയച്ഛനും വാളായലച്ഛനും കടിക്കച്ചാലച്ചനുമാണ് ആദ്യമായിട്ട് തലശ്ശേരി രൂപതയിലേക്ക് വരുന്ന വൈദികർ കോഴിക്കോട് രൂപതയിൽ നിന്ന്. അവർ കോഴിക്കോട് രൂപതയ്ക്ക് വേണ്ടി പഠിച്ച് വൈദികരായവരാണ്. പക്ഷേ കൊച്ചച്ഛന്മാരായി അവരെ നിയോഗിച്ചപ്പോൾ അവർ സുറിയാനിക്കാരായിരുന്നുകൊണ്ട് തലശ്ശേരി രൂപതയ്ക്ക് വരികയുണ്ടായി. ഈ കടിക്കച്ചാലച്ചനാണ് അന്ന് ഈ ഭാവിയിൽ മാനന്തവാടി രൂപത ഉണ്ടാകാനിരിക്കുമ്പോൾ ബിഷപ്പ് എവിടെ വരണം ആ സ്ഥലം വാങ്ങിയത്, ഇപ്പോൾ പാസ്റ്റർ സെൻ്റർ ഇരിക്കുന്ന ദ്വാരകയിൽ സ്ഥലം വാങ്ങിയത്, കത്തീഡ്രൽ ദേവാലയം ഇരിക്കുന്ന സ്ഥലം വാങ്ങിയത്. ഇങ്ങനെ വലിയ ദീർഘവീക്ഷണത്തോടു കൂടി ഇതെല്ലാം ചെയ്ത് കടിക്കച്ചാലച്ചനായിരുന്നു. അച്ഛൻ്റെ കൂടെ ഒരു 2 വർഷം താമസിക്കാൻ പറ്റിയ വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കാൻ കഴിയുകയാണ്. കാരണം അച്ഛൻ്റെ ആ സേവന മനസ്സും ഒരു പ്രേക്ഷിതാത്മക മനോഭാവമൊക്കെ നമ്മളെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ആയിരത്തി 1977 മുതൽ വ്യത്യസ്ത മേഖലകളിലേക്ക് നിയോഗിക്കപ്പെടുകയും ഏറെ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കുകയും ചെയ്ത ഞരളക്കാട്ട് പിതാവിൻ്റെ വഴികൾ വലിയ വിജയങ്ങൾ കണ്ടതിനു പിന്നിൽ ചില രഹസ്യങ്ങളുണ്ട്. തൻ്റെ സ്വതസിദ്ധമായ സൗമ്യതയോടും സ്നേഹത്തോടും കൂടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുവാൻ കഴിഞ്ഞത് വലിയ നേട്ടങ്ങൾക്കിടയാക്കിയെന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. മാനന്തവാടി രൂപതയുടെ ആരംഭ നാളുകളിൽ ആ വലിയ സമൂഹത്തെ ഉയർച്ചയിലേക്ക് കൈപിടിച്ചു നടത്തുവാൻ അഭിവന്യ ജേക്കബ് തൂങ്കുഴി പിതാവിനൊപ്പം തോളോടു തോൾ യത്നിച്ച ഈ ഇടയന്റെ വാക്കുകൾ നമുക്ക് പകർന്നു നൽകുന്ന ബോധ്യങ്ങൾ വലുതാണ്. കത്തീഡ്രലിൽ ഞാൻ 82 ഞാൻ ഓർക്കുന്നത് ഫെബ്രുവരി മാസം വരെ കത്തീഡ്രലിൽ താമസിച്ചു. അപ്പോൾ 5 വർഷക്കാലം ഞാൻ അവിടുത്തെ കൊച്ചച്ഛനൊന്നും ആയിരുന്നില്ല. എന്നാൽ ആളുകൾ ഞങ്ങൾ കണക്കാക്കിയിരുന്നു കൊച്ചച്ഛനായിട്ടാണ്, കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ താമസിച്ചു. മിഷൻ ലീഗിൻ്റെ ഡയറക്ടറായിട്ടും കാറ്റഗിസിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടും സേവനം ചെയ്തു. അതൊരു വലിയൊരു കാലഘട്ടമായിരുന്നു. രൂപത മുഴുവൻ ഓടി നടന്ന് ശരിക്കും അധ്വാനിച്ച ഒരു കാലഘട്ടമായിരുന്നു. കാരണം മിഷൻ ലീഗ് സംഘടനയൊക്കെ എല്ലായിടത്തും തുടങ്ങാൻ വേണ്ടിയും വേദപാഠത്തിന് വേണ്ടിയും ഞങ്ങൾ പ്രവർത്തിച്ചൊക്കെ വലിയ തീക്ഷ്ണതയോടുകൂടി പ്രവർത്തിച്ചൊക്കെ ഓർക്കുകയാണ്. അപ്പോൾ ആളുകളുമായിട്ട് ഒത്തിരി ഇടപെടാൻ നമുക്ക് അവസരം കിട്ടി. ഇപ്പോൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ അന്ന് ഓരോ ഇടവുകളിൽ ചെന്നതും കുട്ടികളുമായിട്ട് ഇടപെട്ടതും യുവജനങ്ങളുമായിട്ട് ഇടപെട്ടതും മതാധ്യാപക ലോകമായിട്ടൊക്കെ ഇടപെട്ടത് ഇന്ന് വലിയ മുതൽക്കൂട്ടായി. ഇപ്പോൾ അവരെയൊക്കെ ഓർക്കുകയാണ്. വലിയൊരു സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ 4 വർഷക്കാലം ഇടവേലിരുന്നതും ഈ സെൻട്രലിൽ ജോലി ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് മനസ്സിലായി, നമ്മുടെ പൗരോഹിത്യ ജീവിതത്തിൽ വിജയിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ആളുകളുമായിട്ട് എപ്പോഴും നമുക്ക് ബന്ധങ്ങൾ വേണം. ഭവനങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. നമ്മൾ ഭവനങ്ങളിൽ കടന്നു ചെന്ന് അവരുമായിട്ട് ഇടപെടുകയും സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരും തമ്പുരാൻ്റെ പക്കലേക്ക് മടങ്ങി വരുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് അരിഞ്ചേർമല ഇടവേല ജീവിതം എന്നെ പഠിപ്പിച്ച വലിയ കാര്യം അതായിരുന്നു. അന്നത്തെ കാലത്ത് ഇടവേലുണ്ടായ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഒത്തിരി ഇടവയിൽ നിന്ന് മാറി നിന്ന ആളുകളൊക്കെ ഞാൻ ചെയ്ത് 2 വർഷത്തെ സേവനം കൊണ്ടും അവരുമായിട്ടൊക്കെ അടുത്ത് ഇടപെട്ടതിൻ്റെ ഫലമായിട്ട് എല്ലാവരും പള്ളിയിലേക്ക് വരുന്നത് കാണാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സ്നേഹപൂർവ്വമായ ഇടപെടലും സംസാരങ്ങളും ത്യാഗത്തോടെയുള്ള ജോലികളും ജീവിത മാതൃകയൊക്കെ നമ്മുടെ ആളുകൾ എത്രമാത്രം സ്വാധീനിക്കുന്നുള്ളതാണ്. നമ്മുടെ ആളുകൾക്ക് എത്രയോ സിമ്പിളാണ്, എത്രയോ നല്ല മനുഷ്യരാണ്, എത്രയോ സ്നേഹമുള്ളവരാണ്. നമുക്ക് വേണ്ടി ഇടവയ്ക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും സന്നദ്ധരാണെന്നുള്ള വലിയ അവബോധം കിട്ടി. അന്ന് കിട്ടിയ അവബോധം ഇന്നും നിലനിർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പറ്റുന്നിടത്തോളം ആളുകളുമായിട്ട് ഇടപെടാനും ബന്ധപ്പെടാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു.
ആ കാലഘട്ടം ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളുടേതായിരുന്നുവെന്ന് അഭിവന്യ ഞരളക്കാട്ട് പിതാവ് സ്മരിക്കുന്നു. ഓരോ ഘട്ടത്തിലും നിസ്വാർത്ഥമായ മനോഭാവത്തോടെ അനേകർ സഹായത്തിനെത്തിയിരുന്നത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ മിഴിവാർന്ന ഓർമ്മകളായി നിലനിൽക്കുന്നു. വലിയ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളെപ്പോലും അതിജീവിക്കുവാൻ മനുഷ്യരെ പര്യാപ്തമാക്കുന്ന സ്നേഹാനുഭവത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അഭിവന്യ പിതാവിന്റെ വാക്കുകൾ. ബന്ധങ്ങൾക്ക് അർത്ഥം നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിസ്വാർത്ഥ സ്നേഹത്തിന്റെ അനിവാര്യത വ്യക്തമാക്കുന്ന അനുഭവങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പ്രത്യേകിച്ച് അവസ്ഥ ഞാനിവിടെ എടുത്തു പറയുകയാണ്, ഞാൻ വഞ്ഞോട് താമസിക്കുന്ന സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ജീവിത സൗകര്യങ്ങൾ കുറവായിരുന്നു, യാത്രാ സൗകര്യങ്ങൾ കുറവായിരുന്നു. ഒരു പരിധി വരെ പട്ടിണി എന്ന് പറയത്തില്ലേലും ദാരിദ്ര്യം ഉണ്ടായിരുന്നു ആ കാലഘട്ടങ്ങൾ ഓർക്കുകയാണ്. പക്ഷേ ആളുകളൊക്കെ നിർലോഭമായി സഹായിച്ചു. ഇങ്ങനെ സഹായിച്ച അവസരത്തിൽ അവർക്കാണ് മക്കയാടുണ്ടായിരുന്ന ബെനഡിക്റ്റൈൻ ആശ്രമമാണ്. ഇപ്പോൾ ബെനഡിക്റ്റൈൻ ആശ്രമമൊക്കെ വലിയ ആശ്രമമായി തീർന്നു, നല്ല ധ്യാന കേന്ദ്രമൊക്കെ ഉണ്ട്. പക്ഷെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന പ്രായമുള്ള അച്ഛന്മാരെ ഞങ്ങളിങ്ങനെ വികാരിച്ചുമാരായിട്ട് ചേരുന്ന കൊച്ചന്മാരായിട്ട് ഒത്തിരി ശ്രദ്ധയുള്ളവരായിരുന്നു, താല്പര്യമുള്ളവരായിരുന്നു. അപ്പോൾ ആ ആശ്രമത്തിലെ അച്ഛന്മാർ ഞങ്ങൾക്ക് ഭക്ഷണ പദാർത്ഥങ്ങളുമായിട്ട് പള്ളിയിലേക്ക് വരുന്നതൊക്കെ ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. ആ പ്രായമുള്ള അച്ഛന്മാരൊക്കെ അങ്ങ് മരിച്ചുപോയി. ഇപ്പോഴും മക്കയാട്ട് ആശ്രമത്തിലെ ബെനഡിക്റ്റ് അച്ഛനൊക്കെ എപ്പോഴും ഓർക്കുകയാണ്. അവരൊക്കെ വളരെ താല്പര്യപൂർവ്വം സഹായിച്ചതും പ്രോത്സാഹിപ്പിച്ചതൊക്കെ ഓർക്കുകയാണ്. നന്ദിയുള്ളവരായിരിക്കണമെന്നൊരു പാഠം കൂടി ഇതിലൂടെ പറയണം. നമ്മൾ പരിശുദ്ധ എപ്പോഴും പറയുന്നത് നമ്മൾ കൃതജ്ഞതയുള്ളവരായിരിക്കണം, നന്ദിയുള്ളവരായിരിക്കണം. സമർപ്പിത വർഷത്തിൽ സമർപ്പിതർക്ക് കൊടുത്ത പല കാര്യങ്ങളും 3 ഉപദേശം കൊടുത്ത ഒരു കാര്യം ഇതാണല്ലോ, പഴമയെ ഓർത്ത് നന്ദിയുള്ളവരായിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വൈദിക ജീവിതത്തിൽ നമുക്ക് ഒത്തിരി പേരോട് നന്ദി പറയാനുള്ളവരുണ്ടാവും. അതോടൊപ്പം തന്നെ ഓർക്കുകയാണ്, അന്നൊക്കെ സാമ്പത്തികമായി ഒത്തിരി ക്ലേശങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ പറഞ്ഞാലൊരു തമാശയായിട്ട് തോന്നും, വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. എങ്കിലും ഞാൻ ഓർക്കുകയാണ്, അന്നൊക്കെ ഒരു 5 രൂപ കയ്യിലില്ലായിരുന്ന അവസരമുണ്ട്. ഞാനിപ്പോൾ ഓർക്കുകയാണ്, ഒരു തോമസ് ചേട്ടനുണ്ടായിരുന്നു, റേഷൻ കടക്കാരൻ. തോമസ് ചേട്ടനാണ് ഞങ്ങളുടെ കാലത്ത് അന്നത്തെ പൈസക്കാരുണ്ട്. കാരണം റേഷൻ കടയിൽ പൈസ കിട്ടുമ്പോൾ തോമസ് ചേട്ടന് പൈസ ഉണ്ടാവും. തോമസ് ചേട്ടൻ പള്ളിയിലെ കണക്കെഴുതുന്ന ആളായിരുന്നു. തോമസ് ചേട്ടൻ വരുതാൻ കാത്തിരിക്കും ചിലപ്പോൾ തോമസ് ചേട്ടൻ ഇച്ചിരി പൈസ വാങ്ങാനായിട്ട്. അപ്പം അങ്ങനെയൊക്കെ അന്നത്തെ കാലത്ത് ചെയ്തിട്ടുണ്ടെന്ന് പറയാത് കേട്ടോ. അപ്പം അങ്ങനെ സഹായിക്കുമായിരുന്നു. പക്ഷേ ദൈവം അവിടെയെല്ലാം നമ്മളിങ്ങനെ വഴി നടത്തിക്കൊണ്ട് പോകുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇന്നിപ്പോൾ ഒരു കുട്ടിയോ ഒരു യുവാവോ ഒരു കുടുംബത്തിൽ വേദനയുണ്ട്, പ്രയാസമുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തിക പരാധീനത ഉണ്ടെന്ന് തോന്നുമ്പോൾ അവരെ സഹായിക്കണം എന്നുള്ള മനസ്സ് ഇപ്പോഴും നമുക്കുണ്ട്. കാരണം നമ്മളന്നിങ്ങനെ കടന്നു പോകുന്നതാണ് ആ വഴി കൂടെയൊക്കെ ചിന്തകളാണ്. പൗരോഹിത്യത്തിൻ്റെ വിവിധ വശങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നാലും ദൈവം അതിലൂടെയെല്ലാം നമ്മളെ നയിച്ചു പോരുന്നതാണ്. മാനന്തവാടി രൂപതയുടെ തുടക്ക കാലഘട്ടങ്ങൾ തീവ്രയത്നങ്ങളുടേതായിരുന്നു. വ്യക്തമായ കാഴ്ചപ്പാടുകളും ദീർഘവീക്ഷണവും സ്വന്തമായുണ്ടായിരുന്ന രൂപതാധ്യക്ഷൻ തൂങ്കുഴി പിതാവിനൊപ്പം അക്കാലത്ത് ചേർന്നു നിന്ന് ക്രിയാത്മകമായി പ്രവർത്തിച്ച ചില പുരോഹിത പ്രമുഖരിൽ അഭിവന്യ ഞരളക്കാട്ട് പിതാവിനുള്ള സ്ഥാനം വളരെ വലുതാണ്. മാനന്തവാടി രൂപതയുടെ പാസ്റ്ററൽ സെന്റർ പണിത കാലം മുതൽ അവിടെ താമസമാക്കിയ അദ്ദേഹം പൂർണ്ണമായ ആത്മായ പങ്കാളിത്തത്തോടെയാണ് എക്കാലവും പ്രവർത്തിച്ചിരുന്നത്. എന്നും ഏവരും അദ്ദേഹത്തെയും അദ്ദേഹം സകലരെയും അകമഴിഞ്ഞ് സ്നേഹിച്ചിരുന്നു. ഇതിനിടയ്ക്ക് മാനന്തവാടി രൂപത ദ്വാരകയിൽ പാസ്റ്റർ സെൻ്റർ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 82 ആയപ്പോൾ പിതാവിനോട് പറഞ്ഞു, അവിടെ പണി പൂർത്തിയാകാൻ പോവുകയാണല്ലോ, അച്ഛൻ ദ്വാരകയിലേക്ക് പോകുന്നത് നല്ലതായിരിക്കും, പാസ്റ്റർ സെൻ്ററിലേക്ക്. അങ്ങനെ ഞാൻ ആദ്യം, ഇപ്പോൾ നിലവിൽ ദ്വാരക പാസ്റ്റർ സെൻ്ററിലേക്ക് ആദ്യം കടന്നു വരുന്നത് ഞാനാണ്. 82-ലാണ്. അന്ന് അവിടെ വരുമ്പോൾ ഒരു ചെറിയ കെട്ടിടം പണിതിട്ടുണ്ട്. അവിടെ വന്ന് താമസിക്കുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ അന്ന് താമസിക്കാൻ വരുന്നത്. ഒരു വർഷക്കാലം ഞാൻ അവിടെ താമസിച്ചു, 83 വരെ അവിടെ ഇരുന്നുകൊണ്ട് അവിടെ താമസിച്ചുകൊണ്ട് വേദപാഠവും മിഷനറി കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. വേദപാഠ ഡയറക്ടർ അച്ഛൻ അന്ന് കുളത്തിനച്ഛനായിരുന്നു. അച്ഛൻ കത്തീഡ്രൽ വികാരിയും കൂടെ ആയിരുന്നുകൊണ്ട് അച്ഛൻ അവിടെയായിരുന്നു. എങ്കിലും ഞങ്ങൾ സഹകരിച്ചിരുന്നു. അപ്പോൾ മാനന്തവാടി രൂപതയിലെ വേദപാഠത്തിനെല്ലാം കല്ലിങ്കമാക്കച്ചനും കുളത്തിനച്ഛനും ഞാനും ഒക്കെ കൂടി അന്നത്തെ ഒരു അടിത്തറയിട്ട് ഞങ്ങൾ ഓർക്കുകയാണ്. ഞങ്ങളെ സഹായിക്കാറുണ്ട് ധാരാളം അധ്യാപകർ, സിസ്റ്റേഴ്സൊക്കെ രംഗത്ത് വരുന്നവർക്കാണ്.
എത്ര താല്പര്യത്തോടുകൂടി കൂട്ടായ്മയോടുകൂടി പ്രവർത്തിച്ച ആ വർഷങ്ങളൊക്കെ. പ്രത്യേകിച്ച് മതബോധനം, യുവജന പ്രസ്ഥാനങ്ങൾ, പിന്നെ അതോടൊപ്പം തന്നെ മിഷൻ ലീഗ്, ഇതെല്ലാം വളർത്തിയെടുക്കുവാൻ ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനമായിരുന്നു. നമ്മൾ സ്നേഹപൂർവ്വം അടുത്ത് നിൽക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ആത്മായ സമൂഹങ്ങൾ നമ്മുടെ കൂടെയുണ്ടെന്നുള്ളത് സഭയുടെ വലിയൊരു കരുത്താണ്. അന്ന് പ്രവർത്തിച്ചിരുന്ന ആ അധ്യാപകരും ആ സുഹൃത്തുക്കളും ഇന്നും സജീവമായിട്ടുണ്ട്. എത്രയോ വർഷം കഴിഞ്ഞു, ഇന്നും അവരെ രംഗം വിട്ടുപോയിട്ടില്ല. സിസ്റ്റേഴ്സായാലും ഞാൻ ഈ അവസരത്തെ ഓർക്കുകയാണ്, ആദ്യകാലത്ത് പാസ്റ്റർ സെൻ്റർ ഒന്നുമില്ല, സെമിനാറുകളും പ്രോഗ്രാമും എല്ലാം നടക്കണം കണിയാർത്താണ് ചെയ്യുന്നത്. സ്കൂളിൽ കിടക്കുന്നു, കണിയാർത്ത് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന മുഴുവൻ ആരാധന മഠത്തിലെ സിസ്റ്റേഴ്സായിരുന്നു. അവർ കോൺവെൻറ്റിൻ്റെ വരാന്തയിൽ കൂടെ ഇരുന്ന ഭക്ഷണം കഴിക്കുന്നത്. പക്ഷെ അന്നൊക്കെ ആ സിസ്റ്റേഴ്സൊക്കെ ചെയ്ത സേവനങ്ങൾ ഓർക്കുകയാണ്. അവർക്ക് ഇന്നും താല്പര്യവും ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. വളരെ സവിശേഷമായ വഴികളിലൂടെയാണ് ദൈവം എക്കാലവും അഭിവന്യ ഞരളക്കാട്ട് പിതാവിനെ വഴി നടത്തിയിരുന്നത്. ജനനം മുതൽ ഓരോ നിമിഷവും ആവശ്യമുള്ളതെന്തെന്ന് കണ്ടറിഞ്ഞ് നൽകിയാണ് അവിടുന്ന് അദ്ദേഹത്തെ വളർത്തിയത്. ചില വർഷങ്ങൾ നീണ്ട അജപാലന രംഗത്തെ വിഭിന്നങ്ങളായ പരിശീലനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി അടുത്ത ഘട്ടത്തിലേക്ക് ദൈവം അദ്ദേഹത്തെ നയിക്കുകയായിരുന്നു. തിരക്കേറിയ ശുശ്രൂഷാ ജീവിതത്തിനിടയിലും ഉപരിപഠനത്തിനായി റോമിലേക്ക് പോകുവാനായി ദൈവം അദ്ദേഹത്തിന് അവസരമൊരുക്കി. 83 എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാനിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട്. ഒരിക്കൽ എന്നെ തൂങ്കുഴി പിതാവ് വിളിച്ചു, എനിക്ക് അച്ഛനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ പിതാവ് വന്ന് കാട്ടിക്കുളത്ത്, ആ പിതാവിനൊരു അവിടെ രഹസ്യമായി പോയിരുന്നു പണിയെടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് നമ്മുടെ ഒരു ചിൽഡ്രൻസ് ഹോമാണ്, ജയമാത ചിൽഡ്രൻസ് ഹോം എന്ന് പറയും. ആ പിതാവിൻ്റെ ഒരു മുറി ഉണ്ടായിരുന്നു. എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ പിതാവ് ചോദിച്ചു, അങ്ങനെ പോകുന്ന പ്രവർത്തനങ്ങളൊക്കെ? ഞാൻ പറഞ്ഞു, നന്നായി പോകുന്നുണ്ടെന്നാണ് തോന്നുന്നത് പിതാവ്, എല്ലാ കാര്യങ്ങളൊക്കെ. അച്ഛനെങ്ങനെ സന്തോഷവാനായിട്ടാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് സന്തോഷമാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇനി ഉയർന്ന പഠനത്തിനെല്ലാം പോകാൻ താല്പര്യമല്ലോ ഉണ്ടോ? അച്ഛൻ എന്നോട് ഒരിക്കൽ പോലും അങ്ങനെ ഒരു താല്പര്യം പറഞ്ഞിട്ടില്ലല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ചിന്ത തോന്നിയിട്ടേ ഇല്ലായിരുന്നു. ഈ ജോലി ആവൃതനായി ഇങ്ങനെ നടക്കുകയല്ല, ഇതായിരുന്നു. അപ്പോൾ എന്നോട് പൂങ്കുഴി പിതാവ് പറയുക, എന്നോട് 1-2 അച്ഛന്മാർ പറഞ്ഞു, അച്ഛനെ പഠിപ്പിക്കാൻ വിടണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അച്ഛനെ വിളിച്ചതാണ്. അച്ഛന് പോകാൻ താല്പര്യമുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, അത് പിതാവിൻ്റെ ഇഷ്ടം. ഉന്നത പഠനത്തിന് പോകണോ തീരുമാനിക്കേണ്ട പിതാവല്ലേ, പിതാവ് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ പോവും. അതുകൊണ്ട് അച്ഛൻ ഇതുവരെ എന്നോട് ചോദിച്ചില്ല, ചോദിക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് ചോദിക്കണമെന്നുള്ളത് അറിഞ്ഞുകൂടായിരുന്നു. പിതാവിനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ അച്ഛനെ ഒരു ഹയർ സ്റ്റഡീസിന് വിടാൻ ആഗ്രഹിക്കുകയാണ്, റോമിന് പോകാൻ ഒരുങ്ങിക്കൊള്ളാൻ പറഞ്ഞു. 83-ലാണത്. അപ്പോൾ 83-ൽ ഞാൻ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി 83 സെപ്റ്റംബർ മാസത്തിൽ ഞാൻ റോമിലേക്ക് പഠിക്കാൻ പോവുകയാണ്. റോമിലേക്കുള്ള യാത്രയും അവിടുത്തെ വാസവും പഠനത്തിനപ്പുറം അഭിവന്യ പിതാവിന് നൽകിയ തിരിച്ചറിവുകൾ വളരെ വലുതായിരുന്നു. പിൽക്കാലത്ത് വലിയ പദ്ധതികളുടെ കാര്യവാഹകനായി നിയോഗിക്കപ്പെടേണ്ട തൻ്റെ ശുശ്രൂഷകനെ ദൈവം ഒരുക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായിരുന്നു ആ അനുഭവങ്ങൾ. തിരുസഭയുടെ ഭരണസിരാ കേന്ദ്രത്തെ തൊട്ടറിയാൻ കഴിഞ്ഞതുൾപ്പെടെയുള്ള ഒട്ടേറെ അവസരങ്ങൾ അദ്ദേഹത്തെ വലിയ അഭിമാനബോധത്തിൽ വളർത്തുവാൻ പര്യാപ്തമായിരുന്നു. അപ്പോൾ സാധാരണ നമ്മുടെ വൈദികർ പോയി താമസിക്കുന്ന ഒരു ഭവനമല്ല, മറ്റൊരു ഭവനത്തിലാണ് എനിക്ക് താമസം ക്രമീകരിച്ച് കിട്ടിയത് റോമിൽ. അതൊരു ഇറ്റാലിയൻ കോൺഗ്രിഗേഷൻ്റെ ഹൗസായിരുന്നു. ഇപ്പം ഞാൻ ചിന്തിച്ച് നോക്കുമ്പോൾ അത് നന്നായി. കാരണം ആ ഇറ്റാലിയൻ ഹൗസിൽ പോയി താമസിക്കാൻ പറ്റിയതുകൊണ്ട് ഒത്തിരി ഗുണമുണ്ടായി. ഞാനൊരു മലയാളികളെല്ലാം താമസിക്കുന്ന ഹൗസിലേക്ക് ചെന്നിരുന്നെങ്കിൽ ഞാൻ ഭാഷ പഠിക്കില്ലായിരുന്നു. ഞാൻ ഇറ്റാലിയൻ ഹൗസിൽ ചെന്നപ്പോൾ അവിടെ 83 സെപ്റ്റംബറിൽ ചെല്ലുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ആ ഹൗസിൽ. ബാക്കിയുള്ളവരൊക്കെ ഇറ്റലിക്കാരാണ്. എനിക്കാണെങ്കിൽ ഒരു വാക്ക് പോലും അറിഞ്ഞുകൂടാ. അപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് പോയി അവിടുത്തെ സിസ്റ്റേഴ്സൊക്കെ ഓരോ വാക്കും പറഞ്ഞു തന്ന് പഠിപ്പിച്ചു. ഞാൻ പതുക്കെ ഭാഷ പഠിക്കാൻ തുടങ്ങി. ഞാൻ മതബോധനത്തിൽ ലൈസൻഷ്യേറ്റ് എടുത്തു. അവിടെ സലേഷ്യൻ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. സലേഷ്യൻ യൂണിവേഴ്സിറ്റി ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം നല്ല ദൂരം യാത്രയുണ്ടായിരുന്നെങ്കിലും അത് രാവിലെ എഴുന്നേറ്റ് പോകുമായിരുന്നു.
ഒരു പുതിയ യൂറോപ്പിലൊക്കെ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഒത്തിരി വിഷമം ഉണ്ടാകാം ആദ്യ കാലഘട്ടങ്ങളിൽ. പല വിഷമങ്ങൾ. ഒന്ന് ഭാഷയുടെ പ്രശ്നമുണ്ട്, മറ്റൊന്ന് ഭക്ഷണ പ്രശ്നമുണ്ട്, സംസ്കാരത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, കാലാവസ്ഥയുടെ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ നമുക്കൊരു എതിര് നിൽക്കുന്ന കാര്യങ്ങളാണ്. എന്നാലും തമ്പുരാൻ്റെ കൃപയിൽ ഒരു കുറവും വന്നില്ല. 3 വർഷക്കാലം പഠിച്ചു, കഠിനമായി പഠിച്ചു, നന്നായിട്ട് പഠിക്കേണ്ടത്. റോമിൽ വിദ്യാഭ്യാസത്തിനായി ചെലവഴിച്ച 3 വർഷങ്ങൾക്കിടയിൽ ലഭിച്ച മറ്റ് ചില അനുഭവങ്ങൾ അഭിമന്യ പിതാവ് സ്മരിക്കുന്നു. ആ കാലത്ത് ജർമ്മനിയിൽ പോയി പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ അവസരം ലഭിച്ചതും ആ നാട്ടിലെ അനേകരുമായി ഇടപെടുവാനും ഭാഷ പഠിക്കുവാനും കഴിഞ്ഞതുമെല്ലാം വലിയ അനുഗ്രഹമായി അദ്ദേഹം കാണുന്നു. തുടർന്നുള്ള കാലങ്ങളിലേക്ക് കൂടുതൽ വിശാലമായ കർമ്മമണ്ഡലങ്ങളിൽ ഇടപെടുന്നതിനാവശ്യമായ തികഞ്ഞ ബോധ്യങ്ങളിലേക്ക് ദൈവം അദ്ദേഹത്തെ നയിച്ചത് ഇപ്രകാരമൊക്കെയാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായ റോമിൽ ചെല്ലാനും അവിടെ ആയിരിക്കാൻ കഴിഞ്ഞ വലിയൊരു ഭാഗ്യമാണ്. നമ്മളൊരു ആഗോള സഭയുടെ ഒരു മെമ്പറാണല്ലോ, ഒരു അംഗമാണല്ലോ എന്നൊരു അഭിമാനം തോന്നിയ അവസരമായിരുന്നു റോമിലൊക്കെ ഉണ്ടായിരുന്നത്. മാർപ്പാപ്പന്മാർ അന്ന് ജോൺ പോൾ മാർപ്പാപ്പയായിരുന്നു. ജോൺ പോൾ പല വട്ടം കാണാൻ കഴിഞ്ഞു, അടുത്ത് കാണാൻ സാധിച്ചു. പിതാക്കന്മാർ വന്ന് ആദിലീവിൻ്റെ വിസിറ്റിന് വന്നപ്പോൾ കൂടെ പോകാൻ പറ്റി. അങ്ങനെ ജോൺ പോളിന് ഒത്തിരി സ്നേഹം തോന്നിയിട്ടുണ്ട് മാർപ്പാപ്പയോട്. ലോക യുവജന സമ്മേളനം ആദ്യമായി നടക്കുന്നത് റോമിൽ 85-ലാണ്. അതിലൊക്കെ പോയി കൂടി തോർക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ ബ്രസീലിൽ നടന്ന സമ്മേളനത്തിൽ എത്രയോ ലക്ഷങ്ങൾ പങ്കെടുക്കുകയുണ്ടായി. ആദ്യ സമ്മേളനത്തിൽ തന്നെ റോമിൽ 3.5 ലക്ഷം പേര് വന്നൊക്കെ ഓർക്കുകയാണ്. അതൊക്കെ വലിയ അനുഭവങ്ങളായിരുന്നു. നമ്മുടെ സഭയുടെ ആ പാരമ്പര്യത്തെപ്പറ്റിയും ഉത്ഭവത്തെപ്പറ്റിയും ആ സഭയിലൊരു അംഗമായിരിക്കാൻ കഴിയുന്ന അഭിമാനമൊക്കെ റോമിൽ ചെന്നപ്പോഴാണ് തോന്നിയത്. ശരിക്കും മാർപ്പാപ്പയെ കാണുന്നതും കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നതൊക്കെ ആയിട്ട്. അങ്ങനെ ആ റോമിലെ ഈ 3 വർഷത്തെ പഠന കാലഘട്ടം പഠനത്തിൽ ഒരു നന്നായി പഠിക്കാൻ കഴിഞ്ഞതിൽ മാത്രമല്ല, ഒത്തിരി ആളുകളുമായിട്ട് ഇടപെടാൻ സാധിച്ചു. കോളേജിൽ തന്നെ വിവിധ രാജ്യങ്ങളിൽ വരുന്ന ആളുകളുണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്നു. അപ്പോൾ അവരെ മനസ്സിലാക്കാനും അവരുടെ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാനൊക്കെ സാധിച്ചു. ഒത്തിരി വിശുദ്ധരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ പോകാൻ പറ്റി. അസീസിയിലെ ഫ്രാൻസിസിൻ്റെ അടുത്ത് പോകാൻ പറ്റി. നെറ്റ്യൂണയിലെ മരിയ ഗോരത്തിയുടെ സ്ഥലത്ത് പോയതൊക്കെ ഓർക്കുകയാണ്. ഡോൺ ബോസ്കോ ജീവിച്ചിരുന്ന ടൊറീനോയിൽ പോയതും ഡൊമിനിക് സാവിയോ ജീവിച്ച സ്ഥലത്ത് അങ്ങനെ പോകാനൊക്കെ പറ്റിയൊക്കെ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ആദിമ ക്രൈസ്തവർ ഒളിച്ചു താമസിച്ചിരുന്ന ഭൂഗർഭാലയങ്ങളും വിശുദ്ധബലി അർപ്പിച്ചിരുന്ന സ്ഥലങ്ങൾ അത് കാണുമ്പോൾ നമ്മുടെ വിശ്വാസം ശരിക്കും അങ്ങ് വളരുകയായിരുന്നു ചെയ്തവർക്കെയാണ്. അതൊക്കെ ഒരു വലിയ അനുഭവങ്ങളായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ. അപ്പോൾ പഠനത്തോടൊപ്പം തന്നെ ഭാഷയും സംസ്കാരങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു. മാത്രമല്ല ആ റോമിൽ താമസിക്കുന്ന കാലഘട്ടങ്ങളിൽ അവധിക്കാലങ്ങൾ വരുമ്പോൾ ജർമ്മനിയിൽ പോയി ജോലി ചെയ്യാൻ സാധിക്കുമായിരുന്നു. ജർമ്മനിയിൽ പോയി ജോലി ചെയ്യുന്നത് നമുക്ക് കുറച്ച് പോക്കറ്റ് മണിയൊക്കെ കിട്ടും. അത് നമ്മൾ ഒരു 3 മാസം അവിടെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് പഠനത്തിന് അത്യാവശ്യമായ ചിലവുകളൊക്കെ വഹിക്കാനും പേഴ്സണലായി കുറച്ച് പൈസ കിട്ടും. പൈസ കിട്ടുന്നതിനേക്കാൾ ഉപരിയായിട്ട് ജർമ്മൻ സഭയുമായിട്ട് പരിചയപ്പെടാൻ പറ്റി. അവിടെ അന്നത്തെ കാലത്ത് ഈ 80 കാലഘട്ടങ്ങളിലൊക്കെ ജർമ്മൻ സഭ ഒത്തിരി നമ്മുടെ ഭാരതത്തെ സഹായിക്കുന്നുണ്ടായിരുന്നു. കാരണം 2ാം ലോകമഹായുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിച്ച ഒരു സമൂഹം അന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ആദ്യ ഇടവയിൽ ചെന്ന് കൊച്ചനുഭവം മാത്രം ഓർക്കുകയാണ്. ആ വികാരിച്ചൻ എന്നെ കാര്യമായിട്ട് സ്വീകരിച്ചു. വികാരിച്ചൻ ഭാഷ പഠിക്കാൻ ഒരു കുടുംബത്തെ എന്നെ ഏൽപ്പിച്ചു. ആ കുടുംബത്തിൽ പ്രായമുള്ള ഒരു അപ്പച്ചനും അമ്മച്ചിയും, അവർക്ക് 12 മക്കളായിരുന്നു. അവർ ഓർക്കുകയാണ് ആ 83 കാലഘട്ടങ്ങളിൽ. ആ 12 മക്കളിൽ 2 ഇരട്ടകളുണ്ടായിരുന്നു. 2 പേരും അച്ഛന്മാരായിരുന്നു. അപ്പോൾ ആ വീട്ടിലെ അമ്മച്ചി അടുത്ത് ഞാൻ ചെല്ലണം. എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയത്ത് ചെന്ന് ജർമ്മൻ ഭാഷ പഠിപ്പിക്കും. അമ്മച്ചിയാണ് പഠിപ്പിക്കുന്നത്. അവർ നല്ലൊരു വയസ്സ് ചെന്ന സ്ത്രീയാണെങ്കിൽ നല്ലൊരു അമ്മച്ചിയും നല്ലൊരു അധ്യാപികമായിരുന്നു. അപ്പോൾ ഞായറാഴ്ച പ്രസംഗമൊക്കെ നമ്മൾ എഴുതി തയ്യാറാക്കി അമ്മച്ചിയെ കൊണ്ട് വായിച്ച് കേൾപ്പിക്കണം. ഞായറാഴ്ച ഗോസ്പൽ വായിച്ച് കേൾപ്പിക്കണം. അമ്മച്ചി അത് കൃത്യ ഉച്ചാരണങ്ങളൊക്കെ പറഞ്ഞ് തന്ന് പഠിപ്പിക്കുമായിരുന്നു. കൃത്യമായിട്ട് പഠിപ്പിക്കുമായിരുന്നു. എഴുത്തെഴുതാൻ പഠിപ്പിക്കുമായിരുന്നു. നല്ല സ്വന്തം അമ്മച്ചിയെ പോലെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്ന് പഠിപ്പിച്ചൊക്കെ ഓർക്കുകയാണ്. അമ്മച്ചി വിവരങ്ങൾ പറയും. അമ്മച്ചി പറയുകയാണ്, ഞങ്ങൾക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. യുദ്ധത്തിന് ശേഷം ഞങ്ങൾക്ക് വലിയ വിഷമത്തിലായിരുന്നു. ഈ അപ്പച്ചനും അമ്മച്ചിയും കോൺവെൻറ്റിലെ ജോലി ചെയ്താണ്. അപ്പച്ചൻ കോൺവെൻറ്റിലെ തൊഴുത്തിൽ, കന്നുകാലി തൊഴുത്തിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ ആ അപ്പച്ചൻ ഇപ്പോൾ ജോലി ചെയ്യുന്നില്ല. അന്നേരം
അവിടെ അങ്ങനെ ചെയ്തെന്ന് പറയുന്നത് അങ്ങനെയാണ്. അവർക്ക് അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അന്നത്തെ കാലത്ത് ബുദ്ധിമുട്ട് അനുഭവിച്ച ആളുകളാണ് മിഷൻ സഭകളെയൊക്കെ സഹായിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു. അത് അവർ പറയുക അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ മരിച്ചു പോയിട്ട് അങ്ങനെ ഓർമ്മയിൽ എൻ്റെ അവർ കൊണ്ടുവരിക ചെയ്തത്. അങ്ങനെ ആ റോമിൽ പഠിച്ച 3 വർഷക്കാലം ജർമ്മനിയിൽ പോയി ജോലി ചെയ്യാൻ സാധിച്ചു. ഒത്തിരി കുടുംബങ്ങളുമായിട്ട് ബന്ധം പുലർത്താൻ കഴിഞ്ഞു. ഇപ്പോഴും പറയുകയാണ്, അന്ന് കുറേ കുടുംബങ്ങളായിട്ടുണ്ടായിരുന്ന ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ദൈവത്തിനും മനുഷ്യർക്കും ഏറെ പ്രീതികരമായി ഉയർന്നു വന്ന ഒരു ശുശ്രൂഷകൻ. അദ്ദേഹത്തിൻ്റെ ജീവിതപാതകൾ നമുക്ക് പകർന്നു നൽകുന്ന അറിവുകൾ ഏറെയാണ്. ദൈവത്തോടും ഒപ്പം മനുഷ്യാത്മാക്കളോടും സ്നേഹത്തോടെയും ലാളിത്യത്തോടെയും ചേർന്ന് നിൽക്കുവാൻ തീരുമാനിക്കുമ്പോൾ, തനിക്ക് ലഭിച്ച താലന്തുകൾ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുമ്പോൾ ദൈവം അതിശയകരമായി വഴി നടത്തുന്ന കാഴ്ച ഈ ജീവിതത്തിലൂടെ നാം കാണുന്നു. തുടർന്നും വിശ്വസ്തയോടും സ്നേഹപൂർണതയോടും അവിടുത്തേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഈ പുരോഹിത ശ്രേഷ്ഠന് ശക്തി ലഭിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. 88-ലാണെന്ന് തോന്നുന്നു ഞങ്ങൾ വളർച്ച ധ്യാനം കൂടാനായിട്ട് കുളത്തുവരി ചെന്ന് വളർച്ച ധ്യാനമൊക്കെ കൂടി ആ അവസരത്തിൽ വർക്കിച്ചിനടുത്ത് പ്രാർത്ഥിക്കാൻ പോയി, കൗൺസിലിങ്ങിൽ പ്രാർത്ഥിക്കാൻ പോയി. ഞങ്ങളുടെ ചെറിയ ഗ്രൂപ്പ് ഒരുമിച്ചാണ് പോയത്. ഒരു അവസരത്തിൽ വർക്കിച്ചൻ പ്രാർത്ഥിച്ചിട്ട് അന്ന് എന്നോട് പറഞ്ഞു, അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു തൊപ്പിയാണല്ലോ കാണുന്നതെന്ന് പറഞ്ഞു. ഒരു തൊപ്പി കാണുന്നു, ഭാവിയിലല്ലോ മെത്രാനല്ലോ ആകാൻ വേണ്ടി ആയിരിക്കും തമ്പുരാൻ ഇങ്ങനെ തരുന്നത്. എനിക്കിത് കേട്ടപ്പോൾ ചിരി വന്നു. സത്യത്തിൽ എന്നെ സംബന്ധിച്ചുള്ള ഒരു എന്നെ പിടിച്ചു പറിച്ചു കൊണ്ടുപോയി, അല്ലെങ്കിൽ പറിച്ചു നടന്നൊരു അനുഭവമായിരുന്നു. കാരണം ഞാൻ എല്ലാ വിധത്തിലും നന്നായിട്ട് ശോഭിച്ചിരുന്ന ഒരു അവസരമാണ് പാസ്റ്റർ സെൻറ്ററും വേദോടൊക്കെ ആയിട്ട്. അപ്പോൾ അവിടുന്ന് പറിച്ചു മാറ്റുന്ന എനിക്ക് അനുഭവമുണ്ട്. എനിക്ക് വലിയ വിഷമമായിരുന്നു. എന്നാലും അധികാരികൾ വിളിക്കുന്നിടത്തേക്ക് നമ്മൾ പോകണമല്ലോ, ആ മനസ്സ് അന്നുകൊണ്ട് ഇന്നുമുണ്ട്. അപ്പോൾ ഞാൻ ശരി അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. സ്വാഭാവികമായിട്ടും ഒരു പതിവുണ്ട്, പുതിയ പിതാവ് വരുമ്പോൾ പഴയ ജനറാളച്ചൻ രാജി കൊടുക്കണമെന്നുണ്ട്. ഞാനും പിതാവിൻ്റെ അടുക്കൽ പോന്ന പിതാവ് ഞാനും രാജിവെക്കുകയാണ്. കാരണം എന്നെ നിയമിച്ചത് പോത്തനാവടി പിതാവാണല്ലോ. അപ്പോൾ പിതാവ് എന്നോട് പറഞ്ഞില്ല, രാജിവെക്കാൻ വരട്ടെ, ആ നിലയിൽ അങ്ങ് തുടരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പിതാവിനോട് പറഞ്ഞു, പിതാവ് ഇപ്പോൾ കുറേ വർഷമായി, 77 വന്നതാണ് ഞാൻ ഈ സെൻട്രലിൽ. 77, 87, 97 വർഷങ്ങൾ കുറേയായി.